നമസ്കാരം. ഓഡിയോപീഡിയയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് റോണ്ട ബയേണിന്റെ ദ സീക്രറ്റ് എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ സമ്മറി നിങ്ങൾക്ക് കേൾക്കാം. മലയാളത്തിൽ രഹസ്യം എന്ന പേരിലും ഈ പുസ്തകം ലഭ്യമാണ്. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളിലും വരും. ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് റോണ്ട ബയേണിന്റെ ദ സീക്രറ്റ് എന്ന ഈ പുസ്തകം. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ ജീവിതം പരിപൂർണമായി മാറ്റിമറിക്കാൻ മാത്രം ശക്തിയുണ്ടോ? ഈ രഹസ്യമാണ് റോണ്ട ബയേണിന്റെ ദ സീക്രറ്റ് എന്ന പുസ്തകം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ ലോ ഓഫ് അട്രാക്ഷന്റെ പവറിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങളുടെ വിഷസ്, ഗോൾസ്, ഡ്രീംസ് എന്നിവയെ റിയാലിറ്റിയിലേക്ക് മാറ്റാനുള്ള സീക്രറ്റ്സ്. ദ സീക്രറ്റ് എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരും. ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, നന്മ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ സമ്മറി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവയ്ക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കേൾക്കുക. ഈ വീഡിയോ കാണുന്നത് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല. പകരം ഇതിലൂടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് സ്പിരിറ്റ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ദ സീക്രറ്റ് എന്ന ഈ പുസ്തകം വിജയത്തിലേക്കുള്ള രഹസ്യ വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ വിജയം നേടിയവരുടെ വിജയത്തിന് പിന്നിലെ നമ്മളറിയാത്ത രഹസ്യങ്ങളിലേക്കാണ് പുസ്തകം വെളിച്ചം വീശുന്നത്. ഗലീലിയോ, ബീഥോവൻ, എഡിസൺ, ഐൻസ്റ്റീൻ, അതുപോലെ മറ്റു പല ശാസ്ത്രജ്ഞരും, പണ്ഡിതർ, ഗവേഷകർ, ചിന്തകന്മാർ, അങ്ങനെ പലരുടെയും വിജയത്തിന് പിന്നിലെ രഹസ്യം. ആ രഹസ്യം നിങ്ങളും മനസ്സിലാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനും നേടാനും നിങ്ങൾക്ക് സാധിക്കും. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഒരു നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾക്ക് പലതും സാധിക്കും. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആകർഷിക്കുക. ഇതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം നിങ്ങളുടെ മുൻകാല ചിന്തകളുടെ പ്രതിഫലനമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റണം. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സൃഷ്ടിക്കും. അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്ന് പഠിക്കുകയാണ്. ശാന്തമായ മനസ്സിലെ നല്ല ചിന്തകളും വിചാരങ്ങളും ഉണ്ടാവുകയുള്ളൂ. ശാന്തമായ മനസ്സിനെ നിയന്ത്രിക്കാനും എളുപ്പമാണ്. ദി സീക്രറ്റ് എന്ന ഈ പുസ്തകത്തിൽ രചയിതാവ് റോണ്ട ബയേൺ ശാന്തമായ മനസ്സ് സമ്പാദിക്കാനായി ധ്യാനം ശീലമാക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. അവയെ തിരിച്ചറിയുകയും ചെയ്യുന്നു. മോശം ചിന്തകളെ അകറ്റി നിർത്താനും നല്ല ചിന്തകളെ നിലനിർത്താനും ഇത്തരത്തിൽ ചിന്തകളെയും ജീവിതത്തെയും നിയന്ത്രിക്കാനും നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ആകർഷിച്ചതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനും അംഗീകരിക്കാനും എല്ലാവർക്കും സാധിക്കില്ല. ആ ആശയത്തെ ഉൾക്കൊള്ളാൻ തന്നെ പറ്റാത്തവരുണ്ടാകാം. എന്നാൽ ഓരോ ചിന്തകളുടെയും റിപ്പീറ്റേഷൻസ്, അതായത് ചിന്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നാണ് എഴുത്തുകാരി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പേടിയാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയം നിറയുന്ന പോലെ വിഷമങ്ങളെ മുറുകെ പിടിച്ചു നിന്ന് കാലാകാലം സങ്കടത്തിൽ ജീവിക്കുന്നതെല്ലാം നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. വിഷമങ്ങൾ മാറി സന്തോഷം നിറയാൻ മാനസികമായി നമ്മൾ തയ്യാറെടുക്കണം. നിങ്ങൾ സന്തോഷവാനായാൽ അല്ലെങ്കിൽ സന്തോഷവതികളായാൽ കൂടുതൽ സന്തോഷം നിങ്ങളിലേക്ക് വരുമെന്ന് അംഗീകരിക്കുക. മറിച്ച് എല്ലാത്തിലും ദുഃഖിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങൾ കാണാൻ മാത്രമേ മനസ്സുണ്ടാവുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് മാത്രമാണ്. അതിനെ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. നിങ്ങൾ തന്നെ തീരുമാനിക്കണം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണോ അതോ സങ്കടത്തോടെ ഇരിക്കണോ എന്ന്. നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉപകരണം. അവ ഉണ്ടാകുന്നത് നിങ്ങളുടെ ചിന്തകളിൽ നിന്നാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വികാരങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അത് നിങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകുന്നു. നല്ല ചിന്തകൾ നിറച്ചാൽ നല്ല വികാരങ്ങൾ ഉണ്ടാകും. അതേസമയം നല്ല ചിന്തകൾ ഉള്ളിടത്ത് മോശം ചിന്തകൾക്ക് സ്ഥാനവും കിട്ടില്ല. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് കേന്ദ്രീകരിക്കുക. മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. രഹസ്യം അഥവാ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം നമുക്ക്. ദ സീക്രറ്റ് എന്ന ഈ പുസ്തകം പറയുന്നത് എല്ലാ മനുഷ്യരും സൃഷ്ടാക്കളാണെന്നാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മുഴുവൻ ജീവിതവും സൃഷ്ടിക്കുന്നത്.
നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പടുക്കാൻ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതിനായി ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് പ്രപഞ്ചത്തോട് ചോദിക്കുക എന്നതാണ്. എന്നാൽ നിങ്ങൾ അത് ആവശ്യപ്പെടും മുൻപ് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ അത് ആവശ്യപ്പെടുന്ന നിമിഷം നിങ്ങൾക്കത് ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കൽ ചോദിച്ചാൽ നിങ്ങളുടെ ആവശ്യത്തെ നിറവേറ്റുന്നതിനായി പ്രപഞ്ചം മാറുന്നു. നിങ്ങൾക്ക് പക്ഷേ ഈ നിയമത്തിൽ പരിപൂർണ വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് മാത്രം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സ്വീകരിക്കുക എന്നതാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടത് ലഭിച്ചുവെന്ന് നിങ്ങൾ കാണുക. അത് സ്വീകരിക്കുന്നതും അതിൽ ആനന്ദിക്കുന്നതും നിങ്ങൾ സ്വപ്നം കാണുക. അതെ, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ മുൻകൂട്ടി സ്വീകരിച്ചതായി നിങ്ങൾ തിരിച്ചറിയുക. ഇനി ദ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറയുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ മേൽ പറഞ്ഞ സ്റ്റെപ്സ് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ദിവസത്തെക്കുറിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി ചിന്തിക്കുക. ഓരോ ദിവസത്തിന്റെയും തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ജോലികളെക്കുറിച്ച് ചിന്തിക്കണം. അവ മികച്ച രീതിയിൽ ചെയ്യുന്നതായും ആലോചിച്ചുറപ്പിക്കണം. ഇത് പ്രപഞ്ചത്തിലേക്ക് പോസിറ്റീവ് ഫ്രീക്വൻസീസ് അയക്കും. ആകർഷണ നിയമത്തിലൂടെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഇത് നിങ്ങളെ പോസിറ്റീവാക്കും. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളിലേക്ക് പതിയെ കടക്കണം. അവയെക്കുറിച്ച് ചിന്തിച്ച് അവ ദൃശ്യവൽക്കരിക്കുകയും സക്സസ് ആവുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അത് അനുഭവിച്ചറിയാനും ശ്രമിക്കുക. നിങ്ങളുടെ ചിന്താരീതികൾ മാറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ സംഭവിക്കും. ചിന്തകൾ മാറ്റാനുള്ള ഏറ്റവും പ്രയോജനകരമായ വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുക എന്നത്. നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് കടപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ജീവിതത്തിൽ നന്ദി തോന്നുന്ന ആളുകൾ, സംഭവങ്ങൾ എന്നിവയുടെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കൂ. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്രമാത്രം ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന ഊർജം നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റും. അവ നിങ്ങളെ കൂടുതൽ പോസിറ്റീവാക്കും. കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ ആകർഷിക്കാനും തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡിന് പുറമെ നിങ്ങൾ പരിശീലിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് വിഷ്വലൈസേഷൻ. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ ആ നേട്ടം നിങ്ങൾക്ക് ലഭിച്ച പ്രതീതി ഉണ്ടാക്കുന്നു. ഇവ പ്രപഞ്ച ശക്തിയെ തന്നെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ കാരണമാകുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് പ്രപഞ്ചത്തിലും നിങ്ങളിലും വിശ്വാസവും വർദ്ധിക്കുന്നു. ഇനി പണത്തിന്റെ പിന്നിലെ രഹസ്യം ദ സീക്രട്ട് എന്ന റോണ്ട ബയോണിന്റെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് പണം സമ്പാദിക്കാൻ സാധിക്കുമോ? എന്താ സംശയം? സാധിക്കും. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. നിങ്ങളൊരു വലിയ പണക്കാരനാണെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ സമ്പന്നമായ ജീവിതം നയിക്കുന്നതായും സങ്കല്പിക്കുക. മനസ്സുകൊണ്ട് അത് വിശ്വസിക്കുക. പതുക്കെ ആ വിശ്വാസത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും. സാമ്പത്തിക കാര്യങ്ങളിലുള്ള നിങ്ങളുടെ മാനസിക പിരിമുറുക്കം ഇത് കുറച്ച് കൂടുതൽ സമാധാനം നൽകും. ഈ സമാധാനം തന്നെയാണ് സന്തോഷത്തിന്റെയും പോസിറ്റീവ് ചിന്തകളുടെയും താക്കോൽ. പോസിറ്റീവ് തോട്ട്സിലേക്ക് മാറുന്നതോടെ പ്രപഞ്ചം നിങ്ങൾക്ക് സമൃദ്ധി തരും. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗമാണിതെന്നാണ് റോണ്ട ബയോൺ ദ സീക്രട്ടിൽ പറയുന്നത്. സമ്പത്ത് എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണെന്നും കൂടി ബയോൺ വാദിക്കുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പോൾ തന്നെ മാറ്റുക. നിങ്ങൾ സമ്പന്നനാണെന്ന് സ്വയം കരുതുക. അതിനുവേണ്ടി പ്രവർത്തിക്കുക. റിലേഷൻഷിപ്സിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ അപ്ലൈ ചെയ്യാനാവും. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ സ്വയം പെരുമാറുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം പാഴാകും. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദ്യം പഠിക്കണം. ഇത് ചുറ്റുമുള്ളവരോടും സ്നേഹമുള്ളവരായിരിക്കാൻ നിങ്ങളെ സഹായിക്കും. അത് കൂടുതൽ ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നതിലൂടെ ആകർഷണ നിയമം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ പ്രപഞ്ചം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സമ്മാനങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ തടയും. പകരം നിങ്ങളൊരു മോശം വ്യക്തിയാണെന്ന് വാദിക്കുന്ന, നിങ്ങളെ വിശ്വസിപ്പിക്കുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും മാത്രമേ നിങ്ങൾ ആകർഷിക്കുകയുള്ളൂ.
നിങ്ങളുടെ സ്വഭാവത്തിന്റെ പോസിറ്റീവ് വശങ്ങളിലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റാൻ തുടങ്ങുകയും മികച്ച റിലേഷൻഷിപ്സ് ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങളിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ മികച്ച ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. സ്വയം റെസ്പെക്റ്റ് ചെയ്യുക. നല്ല റിലേഷൻഷിപ്സ് നിങ്ങളെ തേടിയെത്തും. നല്ല ആരോഗ്യത്തിനു വേണ്ട രഹസ്യങ്ങളും ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. എത്ര വലിയ രോഗിയാണെങ്കിലും നിങ്ങൾ സുഖം പ്രാപിച്ചു എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആരോഗ്യത്തിലേക്ക് നടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. കേട്ടിട്ടില്ലേ, മരുന്നിനു പകരം പഞ്ചസാര ഗുളിക നൽകിയാൽ പോലും അതിനെ പരിപൂർണമായി വിശ്വസിച്ചു കഴിക്കുന്ന രോഗിയുടെ അസുഖം മാറിയ കഥകൾ? അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയുക. ജീവിതത്തിലേക്ക് ധാരാളം പോസിറ്റിവിറ്റിയും സ്നേഹവും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സ്വയം രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. പോസിറ്റീവ് ചിന്തകളുള്ള ശരീരത്തിൽ നെഗറ്റീവ് ചിന്തകൾക്കും രോഗങ്ങൾക്കും വസിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു തലവേദന അനുഭവപ്പെട്ടാൽ പോലും അത് എത്ര കഠിനമാണെന്ന് ചിന്തിച്ച് അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താതെ ആശ്വാസത്തിന്റെ വഴികൾ തേടുകയും വേദന കുറഞ്ഞതായി ചിന്തിക്കുകയും ചെയ്യുക. ആ ചിന്തകൾ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ദ സീക്രട്ട് എന്ന ഈ പുസ്തകത്തിലൂടെ ആരോഗ്യത്തിലേക്കും റിലേഷൻഷിപ്പിലേക്കും അതുപോലെ സമ്പത്തിലേക്കുമുള്ള വഴികൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇനി രഹസ്യം എന്ന ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. 1. നല്ലത് ചിന്തിക്കുക, നല്ലത് ചെയ്യുക. നല്ലത് ചിന്തിക്കുകയും നല്ലത് ചെയ്യുകയും ചെയ്യുന്ന ഏതൊരാളും ഉയരങ്ങളിലെത്തും. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ വിജയത്തിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയുക. 2ാമത്തെ കാര്യമെന്നത് ഉള്ളതിൽ സന്തോഷിക്കുക എന്നതാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എനിക്കതില്ലല്ലോ എന്ന് പറയാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. തീർച്ചയായും ഉയരങ്ങളിൽ എത്തുവാൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുക. അല്ലെങ്കിൽ വലുത് കിട്ടിയാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെന്നില്ല. 3ാമത്തെ കാര്യം എപ്പോഴും പ്രതീക്ഷ ഉള്ളവരാകുക എന്നതാണ്. ഏത് സാഹചര്യത്തിലും എനിക്ക് മുന്നേറാൻ സാധിക്കും, എന്നെ കൊണ്ട് അതിന് സാധിക്കും എന്ന് തന്നെ വിചാരിച്ച് ഓരോരോ കാര്യങ്ങളിലേക്ക് മുന്നേറുക. ഉള്ളിൽ നിന്നു തന്നെ ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ ശക്തിയെ നിങ്ങൾ വിശ്വസിക്കുക. എപ്പോഴും പ്രതീക്ഷ ഉള്ളവരാകുക. 4ാമത്തെയും അവസാനത്തെയും കാര്യമെന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നതാണ്. ഈ 4 ആശയങ്ങളാണ് രഹസ്യം എന്ന പുസ്തകത്തിലൂടെ നിങ്ങൾ നേടുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമല്ല. ഈ പുസ്തകം പൂർണ്ണമായി വായിക്കുക തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഉള്ളർത്ഥങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനും നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കാമെന്ന് സ്വയം മനസ്സിലാക്കാനും സഹായിക്കുന്ന ഒരു പുസ്തകമാണ് റോണ്ട ബയേണിന്റെ ദ സീക്രട്ട് എന്ന് പറയാം. അതുപോലെ നമ്മുടെ ചിന്തകളെ നല്ലത് മാത്രം ചിന്തിപ്പിച്ച് അതിലൂടെ നടക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നിങ്ങൾക്കുള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ശക്തിയെ നിങ്ങൾ അറിയാൻ തുടങ്ങുന്നു. അപ്പോൾ നല്ലത് വരാൻ, നന്നായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ പുസ്തകം വായിച്ചിരിക്കുക. പുസ്തകം വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. ഈ ഓഡിയോ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു ഓഡിയോ ബുക്കുമായി ഞാൻ വീണ്ടും എത്താം. നന്ദി.